നിങ്ങൾക്ക് ശബ്ദം ഉണ്ടാക്കും നിങ്ങൾക്ക് ഹലോ എവിടെയാ? ഞാനിപ്പോ സ്റ്റുഡിയോയിലാണ്. ഇയാള് പിന്നെ ഉമ്മിക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ടായി, ഭയങ്കര ആങ്സൈറ്റി ആയി. അങ്ങനെ ഞാൻ ടിക്കറ്റ് 10:15 ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട് വഴിക്ക് കൊണ്ടിറക്കി. അവിടെ കക്ഷി നിൽക്കാൻ പറ്റാത്ത അതിൽ മറിഞ്ഞു വീണ റോഡിൽ ആൾക്കാരെല്ലാം കൂടെ കൂടി. അവിടെ നിന്ന് ബുക്ക് ചെയ്തൊരു കസേരയിലിരുത്തി ഡോക്ടർ അവിടേക്ക് വിളിച്ചു വരുത്തി, നടു റോഡിൽ വിളിച്ചു വരുത്തി BP ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ പക്ഷേ ആങ്സൈറ്റി ആണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ ബുക്ക് ചെയ്തെടുത്ത് വീട്ടിൽ റൂമിൽ സ്റ്റുഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. 6:30 ഫ്ലൈറ്റിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ മൊത്തം പ്രശ്നങ്ങളാണ്. അല്ല, ഇപ്പൊ സാറിന്റെ അടുത്തുണ്ടോ അവള്? എൻ്റെ അടുത്തുണ്ട്, പക്ഷെ നിങ്ങൾ സംസാരിക്കണ്ട. ഇല്ല, ഞങ്ങൾ സംസാരിക്കില്ല. നിങ്ങൾ സംസാരിക്കണ്ട. പക്ഷെ നിങ്ങൾ തിരുവനന്തപുരത്ത് കക്ഷി വരുമ്പോൾ നിങ്ങൾ പോയി കാണണം. കണ്ടിട്ട് ഞങ്ങൾ ഇനി ഒരു രീതിയിലും കണക്റ്റഡ് ആവില്ല സാർ. റിയലി സോറി സാർ. നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്നോ എന്തോന്നോ ഞാനാവില്ല. എന്നാ വെച്ചാൽ ദിയയ്ക്ക് അയച്ച വോയിസ് മെസ്സേജിലുണ്ട് ഇക്കായ്ക്ക് എന്നോട് ദേഷ്യമാണെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളടത്ത് പിന്നെ നമ്മൾ ഇക്കായ്ക്ക് വേണ്ടി പോലും ഞാൻ ഒന്നും ചെയ്തില്ല. കാരണം കഴിഞ്ഞ പ്രശ്നത്തില് ഇക്ക എന്നെ തെറ്റിദ്ധരിച്ച്, ഇക്ക ഒരു കാര്യം മനസ്സിലായി, കഴിഞ്ഞ പ്രശ്നത്തില് എന്നെ തെറ്റിദ്ധരിച്ച് ഇക്ക പറഞ്ഞെന്നാണ് പറയുന്നത് ഞാനാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്ന്. അത് അങ്ങനെയാണോ ഇക്ക? അങ്ങനെയാണോ? എനിക്കറിയത്തില്ല. നിങ്ങൾ എല്ലാവരും കൂടി മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ എനിക്കറിയത്തില്ല. ഇത് അറിഞ്ഞിട്ട് എന്റെ അമ്മ ബോധം കെട്ട് വീണ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്ന സമയം. കഴിഞ്ഞ തവണ ഇവിടെ പോയൊരു കുരുക്കിൽ ചാടിയപ്പോഴ് അന്നമ്മ എന്റെ നല്ല സുഹൃത്ത്, എന്റെ സുഹൃത്താണ്, എന്റെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്നതാണ്. ഇവിടെ എപ്പോഴും അന്നമ്മയെ എന്റെ അടുത്ത് ജസ്റ്റിഫൈ എങ്ങനെയാണ്? നിങ്ങൾ പറയുന്ന അവൾ കേൾക്കില്ല, നിങ്ങൾ പറയുന്ന അവൾ കേൾക്കില്ല. അവൾ എന്റെ സുഹൃത്താണ്, അവൾ എന്റെ നല്ലത് മാത്രമേ നോക്കൂ. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ നല്ലത് മാത്രം നോക്കുന്ന നിന്റെ സുഹൃത്താണ്, കറക്റ്റാണ്, നിന്റെ നല്ലത് നോക്കുള്ളൂ. പക്ഷേ നമ്മളൊരു കുഴിയിൽ ചാടുമ്പോൾ നെല്ലും പതിരും പറഞ്ഞു കൊടുക്കണ്ടേ? നെല്ലും പതിരും പറഞ്ഞു കൊടുത്തായിരുന്നു നമ്മളോടൊന്ന് ചോദിച്ചു നോക്കി. ഇവള് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞത്, ഞാൻ വേറൊരു കാര്യം കൂടെ, അല്ല ഒരു മിനിറ്റ്, നെല്ലും പതിരും പറഞ്ഞു കൊടുത്തായിരുന്നോ എന്ന് ചോദിച്ചു നോക്കിക്കേ. എന്നിട്ടും ഞാൻ അവളുടെ കൂടെ നിന്നിട്ട് ഇന്നിപ്പൊ ഞങ്ങൾക്ക് അയച്ച മെസ്സേജ് എന്താണെന്നറിയോ? ഇക്കാടെ കൂടത്തില് ഞങ്ങള് എന്താ പറയാ, അവൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങള് എന്താ പറഞ്ഞു കൊടുത്ത് അവളെ ഞാൻ ഇക്കാനെയും കൂടെ തെറ്റിക്കുവാണ്, ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ ഇക്കാനെയും അവളെയും കൂടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നു ഇവള് സ്പീക്കർ ഇട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മമ്മിക്ക് വയ്യാണ്ടായത്. അറിയാവോ ഇക്ക? എന്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന് കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലായത്. ഇനി ഞാൻ അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം എനിക്കിനി നിങ്ങളുടെ ഇതിൽ ഇടപെട്ട് എനിക്ക് പഴി കേൾക്കാൻ വയ്യ. കാരണം എനിക്ക് എന്റെ ലൈഫുണ്ട്. ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട്, അല്ല ഞാൻ ഇക്ക ഒരു കാര്യം മനസ്സിലാക്കണം, 10 വർഷം ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്നല്ല, ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട്. എന്റെ ഫാമിലി അങ്ങനെ അല്ല. ഇക്കായുടെ ഫാമിലി വരുന്നല്ലേ. എന്റെ ഫാമിലി, എന്റെ കസിൻസ് ഫുള്ളി ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇക്കറിയോ, ദിയ സാക്ഷിയാണ്. എന്നെ എല്ലാവരും പറഞ്ഞു, ഒരു പ്രാവശ്യം നിന്നെ സജന ദ്രോഹിച്ചതാണ്, നീ എന്തിനു തിരിച്ചു കയറ്റിയെന്ന് പറഞ്ഞിട്ട് എന്റെ കസിൻസ് കോട്ടയത്ത് നിന്ന് വരെ വന്നിട്ടുണ്ട്. അറിയാവോ? ഇവളെ ചെസ് പഠിപ്പിക്കാൻ ഡൽഹിക്ക് എന്തിനു പോകണം? പപ്പ, ഈ ബട്ടർ കുക്കിയുടെ ഷൈൻ ഷുഗറിന്റെ ഒരു സ്പെഷ്യൽ ലെയറിൽ നിന്നാണ് വരുന്നത്. അപ്പോ കോട്ടയത്ത് നിന്ന് വരെ വന്നിട്ടുണ്ട്. അറിയാവോ? ഇവൾ എന്നോട് പറഞ്ഞെന്നറിയ, ഇപ്പൊ എന്റെ ലൈഫ് ഇടപെടരുതെന്ന്. പിന്നെ ഇവളുടെ ഉമ്മീനെ വിളിച്ചെന്ന്. ഇവൾ അവിടെ കിടന്ന് ഷാദിത്തേനെ വിളിച്ച് ഞങ്ങള് തിരിച്ചു കേറി വാ പട്ടീനെ പോലെ പറഞ്ഞു. ഞാനും ദിയേം പറഞ്ഞു. ഇവള് കേൾക്കാണ്ടായപ്പോ ഞാൻ ഇവളുടെ ഉമ്മീനെ വിളിച്ചു. കാരണം എന്നാ പറയുക, ഇവള് കാണിക്കുന്ന രീതി വെച്ചിട്ട് ഉമ്മയെങ്കിലും പറയുന്നത് കേട്ട് തിരിച്ചു വരട്ടെ എന്നും. പിന്നെ എന്റെ വീട്ടിൽ നിന്നാ പോയത്. ഇക്ക ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ വീട്ടിൽ നിന്ന് അവിടെ പോയിട്ട് ഷാദിത്തെ ഇവളും തമ്മിൽ, ഷാദിത്തേക്ക് എന്ത് സംഭവിച്ചാലും ഇവക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് മനസാക്ഷി എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഞാൻ ഇവളെ കൂടെ പുറത്തിനെ പോലെയാണ് കണ്ടത്. ഇവൾ ഇന്ന് പറഞ്ഞ കുറെ വാക്കുകൾ, ഇന്നിപ്പൊ എനിക്ക് അയച്ച ഒരു വോയിസ് ഉണ്ട്, ഞാൻ ഇക്കയ്ക്ക് അയച്ചു തരാം. മാനിപ്പുലേറ്റ് ചെയ്ത് ഞാനാണ് മാനിപ്പുലേഷൻ ചെയ്യണത്. ഞാൻ ഇക്കാനെ ഇവളെയും കൂടെ തെറ്റിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇക്കാന്റെ അടുത്ത് ഇവളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കോൺഫറൻസ് കോൾ ഞാൻ ഇക്കാന്റെ അടുത്ത് പറഞ്ഞു, ഇക്കോടെ എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഇവൾ എന്റെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ ഇപ്പൊ അവളെ കേൾപ്പിച്ചാലും കുഴപ്പമില്ല, അവളെ മുമ്പിൽ എന്താ പറഞ്ഞത്, ഇക്ക എന്നെ പറ്റി എന്നാ വെച്ചാൽ എന്നെ വിശ്വാസമില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇക്കോട് എന്താ ഇവളെ പറ്റി മോശം പറഞ്ഞു തന്നേക്ക?
ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അല്ല ദൈവത്തിന് ഞാൻ നീ നിമിഷം വരെ ഞാൻ ദിയ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയും, ഇന്ന് ഈ നിമിഷം വരെ അവളുടെ നല്ലത് മാത്രം ആഗ്രഹിച്ച് കൂടെ നിന്നവളാ. പക്ഷെ ഇവൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിനും കർമ്മയ്ക്കോ വിട്ടുകൊടുക്കുന്നത്. എന്നെ വേദനിപ്പിച്ചവരെല്ലാം വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ അത് കർമ്മയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മിനിറ്റ്. 2 കാര്യങ്ങൾ എനിക്കിന്ന് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി. ഞാനിനി ഒരിക്കലും സജനയായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല എന്ന് തീരുമാനം എടുത്ത സമയം അതായിരുന്നു. രാവിലത്തെ കോൾ വന്ന സമയത്ത് അവൾ എൻ്റെ അടുത്ത് നിന്നുണ്ടെങ്കിൽ എനിക്ക് റിലേഷൻഷിപ്പ് തുടരണ്ട, എനിക്ക് 3 കോടി മതി. 1. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, അവളോട് പറഞ്ഞു, നീ പ്രശ്നം ഉണ്ടാക്കല്ലേ, അവർക്ക് ഏതെങ്കിലും രീതിയിൽ വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. എന്റെ പൊന്നു മോളെ, നീ കാല് പിടിച്ച് പറയണം, നീ ഇങ്ങ് വാന്ന് പറഞ്ഞു പറയണേ, അവര് മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഈ 2 സ്റ്റേറ്റ്മെന്റ് കേട്ടതോടുകൂടി ഞാൻ അവളുടെ മനസാക്ഷിയെ ഞാൻ മനസ്സിലാക്കി. എനിക്ക് അങ്ങനത്തെ മനുഷ്യപ്പറ്റില്ലാത്ത ഒരാളുമായിട്ട് ഒരു തരത്തിലുള്ള ഒരു ബന്ധവും എനിക്ക് വേണ്ട. പിന്നെ ഈ അന്നമ്മയും ഞാനും ആകെ കാണുന്നത് ലാസ്റ്റ് ടൈം തിരുവനന്തപുരത്ത് വന്ന സമയത്താണ്. അവൾ എനിക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, നീ അന്നമ്മേനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ അവളടുത്ത് പറഞ്ഞിട്ടില്ലെന്ന്. എനിക്ക് ഇവരുമായിട്ടൊന്നും, എനിക്ക് ഈ പറഞ്ഞ അന്നമ്മയായിട്ട് പോലും എനിക്ക് ബന്ധമില്ല. ഞാൻ സജിന ഉണ്ടെന്ന് കരുതിയിട്ടാണ് ഇന്ന് അന്നമ്മയുടെ ഫ്ലാറ്റിൽ പോലും വന്നത്. ഞാൻ ഇന്ന് ഈ നിമിഷമാണെങ്കിൽ ഈ നിമിഷം ഇവിടെ നിന്ന് മാറും. എനിക്ക് അന്നമ്മയല്ല, എനിക്ക് ഇമ്പോർട്ടൻസും ഇല്ല അന്നമ്മ. ഞാൻ അവളെ മുമ്പിലിരുന്ന് തന്നെ അത് പറയുന്നത്. പക്ഷെ അവള് ഓരോ സാധനങ്ങളും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാധനം കാണുമ്പോൾ എന്നോടും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിച്ചും എന്റെ ലൈഫിനാണ് അത് പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ രണ്ടുപേരും കാര്യം മനസ്സിലായി. നിങ്ങൾ രണ്ടുപേരും അയാളുടെ സുഹൃത്തുക്കളാണ്. സാർ ഞാനിപ്പോ പറയാം, ഞങ്ങളിപ്പോ പറയാണ്, ഷാദിത്തായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് എന്തെങ്കിലും സഹായം നമ്മളിൽ നിന്ന് ആവശ്യമുണ്ടോ? ഞാൻ ഇപ്പോഴും നിങ്ങളൊപ്പമല്ല നിൽക്കുന്നത്. ഞാൻ പറയുന്നത് കാരണം നിങ്ങളും കൂടെ കാരണം തന്നെയാണ് അവളുടെ റിലേഷൻഷിപ്പിനകത്തുള്ളത്. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച് എന്താന്ന് വെച്ചാൽ ആയിക്കോ. പക്ഷെ ഒരു സ്ത്രീയും 2 മക്കളും ഇത് അനുഭവിക്കുമ്പോ ആസ് ആൻ ആക്ടിവിസ്റ്റ്, ഞാൻ എന്റെ എത്തിക്സ് എന്ന് പറയുന്നത് ഇതല്ല. എന്റേതെന്ന് പറഞ്ഞാൽ ഞാൻ അവരൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സാർ എന്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, സാർ അവരെന്താവശ്യപ്പെട്ട് സംസാരിച്ചാലും ഞാൻ അവരൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞത്. ഞാൻ ഒരിക്കലും നിങ്ങളൊപ്പമല്ല നിൽക്കുന്നത്. പക്ഷേ ആ സ്ത്രീക്കൊപ്പം ഞാൻ നിൽക്കും, നിങ്ങളെ ഭാര്യയ്ക്കൊപ്പം ഞാൻ നിൽക്കും. അവർ അത്രയും കണ്ടീഷനിൽ ഹെൽത്ത് പ്രശ്നമായി നിൽക്കുന്ന അവരെ കൺസിഡർ ചെയ്യാൻ പറ്റാത്ത സജനയുടെ മനസ്സാക്ഷി എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞുതരാം സാർ, അവൾ ആങ്സൈറ്റിയോ അവള് പ്രശ്നമോ അവളെ ഞങ്ങളടുത്ത് മെസ്സേജ് അയച്ചു അവൾ ആത്മഹത്യ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ അങ്ങനെ ഇനി ഒന്നുകൂടെ എന്റെ അടുത്ത് വന്നാൽ ഞാൻ അപ്പൊ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കും. എന്റെ ഒരു ഫ്രണ്ട് ഇന്നടുത്തുകൊണ്ട് അവൾ എന്റെ അടുത്ത് ആത്മഹത്യ ചെയ്യാണെന്ന് പറയുന്നത്. സാർ ആ കുട്ടിയെ രക്ഷിക്കണം, എനിക്ക് ഇതേ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതിലപ്പുറത്തൊന്നുമില്ല. സാർ നമ്മൾ പറയും, ഞങ്ങൾ ഇതുവരെയും സാറിന്റെ അടുത്ത് ഈ രീതിയിൽ ഞാൻ സാറിന്റെ അടുത്ത് ഒപ്പോസ് ചെയ്ത് ഒരു തരത്തിലും ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് വളരെ വലിയ വിഷമം ഉണ്ടാക്കിയ സാഹചര്യമാണ്. കാരണം അവളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് കരുതിയിട്ടാണ് അവൾക്ക് ഒപ്പമാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത്. അവൾ ഇങ്ങ് വാന്ന് പറഞ്ഞത് അവളുടെ ഹെൽത്തിനെ ഒന്നും ഒരു മിനിറ്റ്. ഏത് അവസ്ഥ തന്നെ അവിടെ കൊണ്ടിരിക്കുന്നത്? ആരായാലും നിനക്ക് എന്താണ്? ദിയാണ് സംസാരിക്കുന്നത്. ദിയ എന്തിനാണ് എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്? നിങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്, എന്തിനാണ് ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ട്? നിങ്ങൾ ഒറ്റ ഉണ്ടാക്കരുത്. സ്റ്റേഷനുള്ള എല്ലാവരും രക്ഷിക്കണേ. നീ ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റിസോർട്ട് കുട്ടി. ഇക്ക തന്നെയാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇക്ക തന്നെയാണല്ലോ ഇതിനകത്ത് സോൾവ്